ഒരു തവണ ഉണ്ടാക്കി നോക്കിയപ്പോൾ ഭയങ്കര കിടിലൻ ടേസ്റ്റ് അനുഭവപ്പെട്ടതുകൊണ്ടാണ് ഈ ഒരു ഡിഷ് നിങ്ങളുടെ മുന്നിലേക്ക് അവതരിപ്പിക്കുന്നത്. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ നമ്മുടെ പരമ്പരാഗത രീതിയിൽ നമ്മൾ ആഡ് ചെയ്യുന്ന മല്ലിപ്പൊടി, മുളക് പൊടി, യാതൊരുവിധ ഇത്തരം സ്പൈസസ് ആ പൊടികൾ നമ്മൾ ഉപയോഗിക്കുന്നില്ല എന്നുള്ളതാണ്. ചിക്കൻ ചെറിയ കഷ്ണങ്ങളാക്കി കഴുകി വൃത്തിയാക്കി വെച്ചതിന് ശേഷം നമ്മൾ നന്നാക്കി വെച്ചിരിക്കുന്ന സവോള, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ഇവയെല്ലാം മിക്സിയിലേക്ക് ഇടുക. പിന്നീടുള്ള മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് പുതിന ഇലയും മല്ലി ഇലയും. അതിനുശേഷം അല്പം റിച്ച് ആക്കാൻ വേണ്ടി ആൽമണ്ടും കാഷ്യൂവും ആഡ് ചെയ്യുക. അല്പം തൈരും കൂടി ചേർത്ത് മിക്സിയിൽ നന്നായിട്ട് അരച്ചെടുക്കുക. ഈ അരച്ചെടുത്ത മിശ്രിതം നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന ആ ചിക്കനിലേക്ക് ഇട്ട് നന്നായിട്ട് അവനെ ഇളക്കി സംയോജിപ്പിച്ചെടുക്കുക. അതിനുശേഷം അവനെ മാരിനേറ്റ് ചെയ്യാനായിട്ട് ഒരു 30 മുതൽ 45 മിനിറ്റ് നേരത്തേക്ക് മാറ്റി വെച്ചേക്കുക. ചേരുവകളിൽ ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ആ പുതിനയിലയാണ് കേട്ടോ. ആ പുതിനയിലയും മല്ലിയിലയും പിന്നെ കാഷ്യൂം ആൽമണ്ടും ചേരുമ്പോഴാണ് ഈ അഫ്ഗാനി ചിക്കൻ ഇത്ര ടേസ്റ്റി ആകുന്നത്. നമ്മുടെ സ്ഥിരം സ്പൈസസ് ഒന്നും ചേർക്കാതെ നമുക്ക് ചിക്കൻ കറി വെക്കാം എന്നുള്ളത് എനിക്കൊരു പുതിയ അറിവായിരുന്നു. ഇനി നമുക്ക് ആ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കനെ ഒന്ന് വറുത്തെടുക്കണം. അതിനായിട്ട് നോൺ സോൾട്ടഡ് ബട്ടർ നമ്മുടെ ഹോട്ട് പാനിലേക്ക് ഇടുക. അതിനുശേഷം അല്പം എണ്ണ ഒഴിക്കുക. ഡീപ്പ് ഫ്രൈ ആവശ്യമില്ല, നമുക്ക് ഷാലോ ഫ്രൈ ചെയ്തെടുത്താൽ മതി. അപ്പോൾ അതുകൊണ്ട് തന്നെ എണ്ണയും കുറച്ച് ഉപയോഗിച്ചാൽ മതി. കോക്കനട്ട് ഓയിലാണ് ഞാനിതിന് ഉപയോഗിച്ചത്. പ്രത്യേകിച്ച് കേരളീയർക്ക് വെളിച്ചെണ്ണയിൽ വറുത്തെടുത്ത ചിക്കനിൽ ഒരു ഡിഷ് ഉണ്ടാക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. അത് അഫ്ഗാനി ചിക്കൻ ആയാലും ശരി, ദ ബെസ്റ്റ് കോക്കനട്ട് ഓയിൽ തന്നെയാണ്. ചിക്കൻ വെന്ത് ഒരു ലൈറ്റ് ബ്രൗൺ കളറായതിനു ശേഷം അവന് പതുക്കെ കോരിയെടുക്കുക. അതിനുശേഷം നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ആ ഒരു മിശ്രിതം അതേ ഹോട്ട് പാനിൽ അതേ ബാക്കിയുള്ള എണ്ണയിൽ അതൊഴിച്ച് ശരിക്കും ഒന്ന് തിളപ്പിച്ചെടുക്കുക. ഒരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഒന്ന് തിളച്ചതിന് ശേഷം നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ആ ചിക്കനും ആഡ് ചെയ്ത് ശരിക്കും മിക്സ് ചെയ്ത് യോജിപ്പിക്കുക. കുറച്ച് നേരം പിന്നെ അവനൊന്ന് വേവാനായിട്ട് മൂടി വെച്ച് ഒരു 10 മിനിറ്റിന് ശേഷം ആ മൂടി തുറക്കുമ്പോൾ ഒരു മണമുണ്ട് സാറേ. ആ മണം അടിച്ചാൽ പിന്നെ ചുറ്റുമുള്ളതൊന്നും കാണാൻ പറ്റില്ല. ഉപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ ആവശ്യത്തിന് ഉപ്പ് ചേർക്കാനും മറക്കണ്ട. ഒരു 10 മിനിറ്റ് കൂടി അവനെ ഒന്ന് ലോ ഫ്ലെയിമിൽ തിളപ്പിച്ച ശേഷം സെർവ് ചെയ്യാവുന്നതാണ്. മുടിഞ്ഞ ടേസ്റ്റാണ് കേട്ടോ അവന്, ഒന്നും പറയാനില്ല. ഇതിനേക്കാൾ സിമ്പിളായിട്ടുള്ളൊരു വെറൈറ്റി ചിക്കൻ ഡിഷ് സ്വപ്നങ്ങളിൽ മാത്രം. എല്ലാവരും ഇതൊന്ന് പരീക്ഷിക്കുന്നതിനൊപ്പം തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക, ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ നമ്മളെ കമൻറ്റ് ബോക്സിലൂടെയും അറിയിക്കുക.